എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പലർക്കും ഉണ്ടാക്കുന്ന അറിയായിരിക്കും, പക്ഷേ നല്ല സദ്യയ്ക്കൊക്കെ വിളമ്പുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അവിയലാണ്. അപ്പോൾ പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ ആരംഭിച്ചവർക്ക് പ്രത്യേകമായിട്ട് ചില ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ കുഴഞ്ഞു പോകാത്ത ഏത് കഷ്ണങ്ങൾ വെച്ച് നമുക്ക് അവിയൽ തയ്യാറാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാസ്റ്റേണിൻ്റെ കടായിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചേനയാണ്. ചേനയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ചേന കഷ്ണങ്ങൾ അതിലേക്കിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ചേന ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം വേവുള്ളത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അല്ലേ. അത് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് കുഴഞ്ഞു പോകാത്ത കഷ്ണങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നമുക്ക് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 1 മിനിറ്റ് നേരം നല്ല പോലെ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ, കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ, അതുപോലെ പടവലങ്ങ കഷ്ണങ്ങൾ, അതുപോലെ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയ്ക്ക എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് മുരിങ്ങയ്ക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 5-6 പച്ചമുളക് തന്നെ അതിലേക്ക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് കേട്ടോ അത്രയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ ഒന്നുകൂടെ ആ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം. സമയമെടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കഷ്ണങ്ങളൊക്കെ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇത് നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ആ ആവിയും അതുപോലെ വെജിറ്റബിൾസ് നിറങ്ങുന്ന വെള്ളവും ആയിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വെജിറ്റബിൾസിലേക്ക് നന്നായിട്ട് ആവി കയറി വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ടൊന്ന് കഷ്ണങ്ങളൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ വെള്ളം ചേർക്കാതെ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പൊടികളായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനായിട്ട് മെയിനായിട്ട് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഇനി അത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് കഷ്ണങ്ങൾ ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, വെജിറ്റബിൾസ് നിറങ്ങിയ വെള്ളമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാതെ വേവിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഇനി ആ കഷ്ണങ്ങളൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ചെറിയ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. തരിതരിപ്പായിട്ട് ഇതുപോലെ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി കഷ്ണങ്ങളെല്ലാം വെന്തോ എന്ന് നോക്കാതെ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുവിലേക്കാണ് ആ അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ആ കഷ്ണങ്ങളെല്ലാം അരപ്പിന് മുകളിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് മൂടി കൊടുക്കാം. അരപ്പ് നമുക്ക് കഷ്ണങ്ങൾ വെച്ചങ്ങ് മൂടി കൊടുക്കാം. ഇനി ഫ്ലെയിം നമുക്കൊന്ന് ലോ ആക്കി വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെ ആവി കയറ്റിയെടുക്കണം. നന്നായിട്ട് ആവി കയറി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് തുറന്ന് ആ കഷ്ണങ്ങളും അരപ്പും കൂടെ നല്ല പോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പുളിക്കായിട്ട് നമുക്ക് അധികം വലിയ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ അവിയലിൽ നമുക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റും അതുപോലെ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റുമാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അധികം പുളിയും പാടില്ല. അതുകൊണ്ട് തൈര് ഒഴിക്കുമ്പം അധികം പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ കട്ട ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതിലേക്കുള്ള എല്ലാ കൂട്ടുകളും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അവിയലിവിടെ നല്ല പോലെ വെന്ത് അരപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കുറച്ച് കറിവേപ്പിലയും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ ഏകദേശം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. ഏകദേശം 1.5 ടീസ്പൂൺ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണ്ട. ഇനി എല്ലാം കൂടെ ഇളക്കിയെടുത്താൽ അടിപൊളി സദ്യക്കുള്ള അവിയലിവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമായിരിക്കും പച്ച വെളിച്ചെണ്ണയുടെ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. താങ്ക് യു.